ഇന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. ഇന്ന് ഞാനും അമ്മയും എൻ്റെ ഭാര്യയും കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയി. രാവിലെ 5 മണിക്ക് ക്യൂവിൽ നിൽക്കുന്നതാണ്. ഇന്ന് പ്രത്യേക പൂജകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭക്തരെ ഉള്ളിലേക്ക് കടത്തിവിടുന്നതിന് നല്ല റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 10:30 കൂടിയിട്ടാണ് ഞങ്ങൾ ഉള്ളിലെത്തി തൊഴുന്നത് തന്നെ. തൊഴലെല്ലാം കഴിഞ്ഞു. ഇനി അടുത്തൊരു ക്യൂ നിൽക്കണം. നമ്മൾ പ്രസാദങ്ങൾ വാങ്ങാനായിട്ട് ബില്ലടിക്കാനായിട്ട്. അങ്ങനെ പാൽ പായസത്തിനും അതുപോലെ വെണ്ണ, പഴം ഇതിനെല്ലാം ബില്ലടിക്കാൻ മറ്റൊരു വരിയിൽ നിന്നു. അങ്ങനെ അവിടെ നിന്നെല്ലാം ഇറങ്ങി അവിടെ ബില്ലടിക്കുന്നിടത്ത് ഈ സാധനങ്ങളൊന്നും കൊടുക്കില്ല. ഇതെല്ലാം നമ്മൾ പുറത്തുള്ള കൗണ്ടറിൽ നിന്നാണ് വാങ്ങേണ്ടത്. അങ്ങനെ അവിടെ നിന്ന് ബില്ലടിച്ചു വാങ്ങി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അടുത്തൊരു നീണ്ടൊരു വരിയുണ്ട്. എന്തിനാണ്? പാൽ പായസം വാങ്ങാനായിട്ടുള്ള വരി കാണാൻ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയെ പാൽ പായസം വാങ്ങാനുള്ള വരിയിലാണ് അമ്മ നിന്നത്. അത് കഴിഞ്ഞ് വൈഫ് എന്ത് ചെയ്തു? ഈ പഴം, നെയ്യ് വാങ്ങാനുള്ള മറ്റൊരു വരി. അപ്പൊ ഇത് രണ്ടും കൂടെ ഒരേ വരിയിൽ കിട്ടില്ല, രണ്ട് വരികളാണ്. അങ്ങനെ രണ്ടാമത്തെ വരിയിൽ വൈഫ് നിന്നു. അങ്ങനെ അമ്മ പാൽപ്പായസം വാങ്ങുന്നതിന്റെ കൗണ്ടറിൽ എത്തിയപ്പോഴാണ് അടുത്തൊരു സംഭവം ട്വിസ്റ്റുള്ളത്. പാൽപ്പായസം തരാൻ പറ്റില്ല, പാൽപ്പായസം കൊണ്ടുപോകാനുള്ള ഡബ്ബയുടെ ബില്ല് ഉണ്ടെങ്കിൽ മാത്രമേ തരാൻ പറ്റൂന്ന്. ഡബ്ബയുടെ ബില്ല് ഉണ്ടായിരുന്നു, പക്ഷെ അത് അബദ്ധവശാൽ വൈഫിന്റെ കയ്യിലായി. കാരണം വൈഫ് മറ്റൊരു വരി ഈ പഴവും വെണ്ണയും വാങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ വൈഫിന്റെ കയ്യിലായി പോയി ഈ പറഞ്ഞ ഡബ്ബയുടെ ബില്ല്. അപ്പോൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇത്ര 1 മണിക്കൂർ ആ വരിയിൽ നിന്ന് അമ്മയെ അവിടെ നിന്ന് അവർ പുറത്താക്കി. ഒന്ന് ആലോചിച്ചു, ഇത് ഒരാളാണ് വരുന്നതെങ്കിൽ ഇവർ എങ്ങനെയാണ്, എത്ര വരിയിൽ ഒരു ദിവസം നിൽക്കണം? ഈ തൊഴാൻ ഒരു ഭക്തൻ അമ്പലത്തിൽ വരുമ്പോൾ ഇവർ എത്ര നേരം ക്യൂവിൽ നിൽക്കണം? ഇതെല്ലാം അവർക്ക് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ദേവസ്വത്തിന് ഒരു ഒറ്റ പ്ലാറ്റ്ഫോം ആക്കാൻ പറ്റുന്നതാണ്. ഈ പായസം വാങ്ങാൻ വരുന്നവൻ അവൻ സഞ്ചിയിൽ അല്ലെങ്കിൽ അവൻ കീശയിലിട്ട് ഈ പായസം കൊണ്ടുവന്ന് വിചാരിക്കുന്നവരാണോ? ഡബ്ബ വേണം എന്നുള്ളത് 100% നമുക്ക് ഷുവറാണ്. അപ്പൊ പിന്നെ ഇവർക്ക് ഈ ഡബ്ബയോടെ കൂട്ടിയിട്ട് ഒരു കോമൺ പാക്ക് ആക്കി കൂടെ ഇവർക്ക് അറിയായികയൊന്നുമില്ലല്ലോ. നമ്മളിപ്പോൾ വെള്ളം വാങ്ങാൻ വേണ്ടി കടയിൽ പോകുമ്പോൾ വെള്ളത്തിന്റെ കുപ്പി നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരണമെന്ന് കടക്കാരൻ പറയും. ഇല്ല, നമുക്കറിയാം ആ കുപ്പിയിൽ ഉണ്ടെങ്കിൽ തന്നെ ഈ വെള്ളം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇത് അറിയാത്തവരാണോ ഈ ദേവസ്വക്കാരും ദേവസ്വം ജീവനക്കാരും? ദേവസ്വം ജീവനക്കാരെ ഞാൻ കുറ്റം പറയാൻ ആളല്ല, കാരണം അവർക്ക് കിട്ടുന്ന ഓർഡേഴ്സ് അനുസരിച്ചാണ്. അപ്പൊ ദേവസ്വം എന്ന് പറയുന്ന ആ ഒരു റെഗുലേറ്ററിംഗ് അതോറിറ്റി അല്ലെങ്കിൽ എന്താ പറയുക അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി, ഇവർക്കെന്ത് ഇത് അറിയില്ലേ? ഈ പായസം വാങ്ങുമ്പോൾ ഡബ്ബ വേണം എന്നുള്ള കോമൺ സെൻസ് ഇല്ലാത്തവരാണ് അവിടെ ഇരിക്കുന്നവർ. ഇവർ ഭക്തരെ അല്ലെങ്കിൽ തൊഴാൻ വരുന്ന ആൾക്കാരെ മാക്സിമം ബുദ്ധിമുട്ടിക്കലാണ് ഇവരുടെ ലക്ഷ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഭക്തൻ എത്ര വരികളിൽ നിൽക്കണം, എത്ര നേരം നിൽക്കണം? തൊഴാനായിട്ടുള്ള വരി ഓക്കെ, നമുക്കത് ആക്സെപ്റ്റബിൾ ആണ്, കാരണം ഇത്രയധികം ആൾക്കാർ വരുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ചെരുപ്പ് വെക്കാൻ ഒരു വരി, ചെരുപ്പ് എടുക്കാൻ മറ്റൊരു വരി, ഈ പ്രസാദത്തിന് ബില്ലടിക്കാൻ ഒരു വരി, ബില്ലടിച്ച് കഴിഞ്ഞത് മേടിക്കാൻ മറ്റൊരു വരി. ഈ ബില്ലടിക്കുന്നതും വാങ്ങിക്കുന്നതും ഒറ്റ കൗണ്ടറിലാക്കിക്കൂടെ? അതിന് പറ്റായിക്കൊന്നുമില്ലല്ലോ, ഇവർ ചെയ്യില്ല. നമ്മൾ ശബരിമലയിൽ പോയി എങ്ങനെയാണ്? നമ്മൾ ബില്ലടിക്കുന്നു, അടുത്ത കൗണ്ടറിൽ നിന്ന് പായസം വാങ്ങുന്നു, പോരുന്നു, ബസ് പരിപാടി കഴിഞ്ഞു. ഇതൊക്കെ ഇവിടെ പോസിബിൾ ആണ്. ഇവർ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല? മാക്സിമം ജനങ്ങൾ ഇവിടെ വന്ന് കുറെ അധികം നേരം ഇങ്ങനെ വരിയിലിരിക്കട്ടെ എന്നുള്ള കാഴ്ചപ്പാടാണോ ദേവസ്വത്തിനുള്ളത്? രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ഭക്തരെ ക്യൂവിൽ നിന്ന് ക്യൂവിലേക്ക് മാറ്റി നിർത്തിയിട്ട് ഒടുവിൽ വെറും 2 രൂപയുടെ ഒരു ഡബ്ബയുടെ പേരിൽ തിരിച്ചയക്കുന്ന ഒരു സംവിധാനം ശരിയാണോ എന്ന് നിങ്ങൾ തന്നെയാണ് ചോദിക്കേണ്ടത്. അകത്തിരിക്കുന്ന ഭഗവാനോടുള്ള വിശ്വാസം കൊണ്ടാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ ഗുരുവായൂർ അമ്പലത്തിലേക്ക് എന്നും എത്തുന്നത്. എന്നിട്ട് അവരെ നിങ്ങൾ എങ്ങനെയാണ് സർവീസ് കൊടുത്ത് സേവിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ.